SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്ന ദിവസം പരമാവധി ഒഴിവാക്കിയാണ് 1 മുതൽ 9 വരെ ക്ലാസ്സുകളുടെ പരീക്ഷകൾ നടത്തുന്നത്. LSS USS സർട്ടിഫിക്കറ്റുകൾ. ഈ വർഷം മുതൽ LSS USS സർട്ടിഫിക്കറ്റുകൾ പ്രഥമാധ്യാപകരുടെ ലോഗിൻ മുഖേന ഡൗൺലോഡ് ചെയ്യത്തക്ക വിധം ക്രമീകരിക്കുകയാണ്. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലെ കാലതാമസം ഇതിലൂടെ ഒഴിവാക്കാൻ കഴിയും. ആയതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഈ അവസരത്തിലൂടെ നടക്കുകയാണ്. പത്രക്കാർ തന്നെയാണ് നമ്മൾ ശ്രദ്ധയപ്പെടുത്തിയത്. കരിയർ പ്രയാണം പോർട്ടൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ തുടർ പഠന തൊഴിൽ മേഖലകളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുവാൻ കരിയർ പ്രയാണം എന്ന പേരിൽ കരിയർ ഗൈഡൻസ് പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. യൂണിസെഫിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സംസ്ഥാനത്തെ വിവിധ ഹയർ സെക്കൻഡറികളിൽ പ്രവർത്തിക്കുന്ന വകുപ്പ് തന്നെ വിദഗ്ധ പരിശീലനം നൽകിയിട്ടുള്ള കരിയർ ഗൈഡുമാരാണ് ഇതിനാവശ്യമായ എല്ലാ വിവരങ്ങളും തയ്യാറാക്കി നൽകിയത്. കൈറ്റാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത്. 24 തൊഴിൽ മേഖലകളിലായി 407ഓളം തൊഴിലുകളാണ് ഒന്നാം ഘട്ടത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 877 പ്രീമിയർ സ്ഥാപനങ്ങൾ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 969 തൊഴിലുടമകൾ എന്നീ വിവരങ്ങൾ ഈ പോർട്ടലിൽ ലഭ്യമാണ്. ഓരോ തൊഴിലിന്റെ യോഗ്യത, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, വേണ്ട നിപുണികൾ, ഉത്തരവാദിത്വങ്ങൾ, ഉന്നത പഠന സാധ്യതകൾ, മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവയും പോർട്ടൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് എന്നിവയെക്കുറിച്ചും വിവരങ്ങൾ പോർട്ടൽ ലഭ്യമാണ്. കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നതിനായി അഡ്മിഷൻ, എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്കോൾ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും പരിശീലനം ലഭിച്ച 6687 കരിയർ ഗൈഡർമാർ സംസ്ഥാനത്ത് ലഭ്യമാണ്. ഈ അധ്യാപകരാണ് സ്കൂളുകളിലെ കരിയർ ഗൈഡൻസ് യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്നത്. നവംബർ മാസം 7 മുതൽ 10 തീയതി വരെയാണ് ശാസ്ത്രോത്സവം പാലക്കാട് വെച്ച് ആരംഭിക്കുന്നത്. 7 തീയതി ഉദ്ഘാടനമാണ്. ഈ ഹയർ സെക്കൻഡറിയുടെ കരിയർ പ്രയാണ പോർട്ടലിന്റെ പ്രവർത്തനം, അതിന്റെ എക്സിബിഷനൊക്കെ നടക്കുന്നത് കോട്ടയത്ത് വെച്ചിട്ടാണ്. ഈ വീഡിയോ ഉണ്ട് സാർ, നമ്മുടെ കരിയർ പ്രയാണം പോർട്ടലിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് മിനിമം കൂടെ പറഞ്ഞിട്ട് പോരെ? ശരി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി 1 മുതൽ 10 വരെ ക്ലാസുകളിലായി ജനപങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടി രൂപീകരിക്കുന്നതിന് 2024-25 അധ്യയന വർഷം 8ാം ക്ലാസ്സിലും 2025-26 അധ്യയന വർഷം 8-9 ക്ലാസുകളിലും എഴുത്തു പരീക്ഷയിൽ സബ്ജക്ട് മിനിമം നടത്തുന്നതിന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഒരു അധ്യയന വർഷത്തിൽ അതാത് വിഷയങ്ങൾ നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ ആർജിക്കാതെ SSLC പരീക്ഷ മാർച്ച് 5 മുതൽ മാർച്ച് 30 വരെ നടക്കും. പരീക്ഷകൾ രാവിലെ 9:30 മുതലാണ്. ഫലപ്രഖ്യാപനമടക്കം SSLC ഫലപ്രഖ്യാപനം മെയ് 8 നടക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചത്. ഒരു അധ്യയന വർഷത്തിൽ വിവിധ വിഷയങ്ങളിൽ നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ ആർജിക്കാതെ തൊട്ടടുത്ത ക്ലാസുകളിലെ പഠനത്തിന് വിലങ്ങ് തടിയാകും. ഈ സാഹചര്യത്തിൽ ഈ അധ്യയന വർഷം 1 മുതൽ 9 വരെ ക്ലാസുകളിലെ പാദവാർഷിക പരീക്ഷകളുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പഠന പിന്തുണ ക്ലാസുകൾ 2025 സെപ്റ്റംബർ 15 മുതൽ 29 വരെ നടത്തിക്കൊണ്ട് സബ്ജക്ട് മിനിമം നടപ്പിലാക്കിയിട്ടുണ്ട്. പല സ്കൂളുകളിലും ഇതിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്.